ഹായ് ഗായ്സ്, നമ്മളങ്ങനെ കാശ്മീർ ട്രിപ്പെല്ലാം കഴിഞ്ഞ് ഗായ്സ് ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ നാടും പ്രദേശത്തൂടെ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. പക്ഷെ നമ്മളെ നാട്ടിലൊന്നും ആരുമില്ല ഗായ്സ്. എല്ലാവരും അവരവരെ കാര്യം നോക്കിയിട്ട് എല്ലാവരും അങ്ങ് പോകും. എല്ലാവരും പല പല വഴിക്കുള്ള. നമ്മൾ വന്ന് നോക്കുമ്പോൾ ഇവിടുന്ന് എല്ലാവരും വേറെ എവിടെയോ പോയി. നമ്മൾ വേറെ എവിടെയെങ്കിലും പോകുമ്പോഴേക്ക് മറ്റുള്ള ആൾക്കാരെല്ലാം ഇങ്ങോട്ട് വരും. അപ്പോൾ നാട്ടിൽ ചുരുക്കം പറഞ്ഞാൽ ഒരാളില്ല ഗായ്സ്. എന്താ ചെയ്യുക, നമ്മൾ മാത്രം, പിന്നെ നാട്ടുകാർ, എല്ലാവരും. ഈ ഒരു സുഖം ഉണ്ടല്ലോ ബൈക്കിൽ പോകുന്ന ഒരു സുഖം ഒന്നിനും കിട്ടില്ല. നമ്മൾ ഈ ബുള്ളറ്റിൽ പോകുന്നതിൻ്റെ ആ സുഖം ഉണ്ടല്ലോ, അപ്പോൾ വേറെ ഒന്നിനും കിട്ടില്ല. ഇതാണ് നമ്മളെ ചെമ്പിലോട് പഞ്ചായത്ത് ഗായ്സ്. ഈ കാണുന്നതാണ് നമ്മളെ പിന്നെ പഞ്ചായത്ത്. പണ്ടപ്പോൾ പോയതാണ്, ഇതുവരെ പോകേണ്ട വന്നിട്ടില്ല. പിന്നെ പോകേണ്ട പഞ്ചായത്താണ്. ഇതാണ് നമ്മൾ പഠിച്ച, ഇങ്ങോട്ടാണ് നമ്മളെ ചെമ്പിലോട് സ്കൂൾ. സംഭാരം ഗായ്സ്, നമ്മളെ നാട്ടിലെ നൊസ്റ്റാൾജിയ സാധനം. ഈ സാധനം ഇന്ന് ചൂട്ടത്ത് കുടിക്കുമ്പോൾ ഉണ്ടല്ലോ, ആ ഒരു സുഖം ഇന്നും കിട്ടില്ല. ഇത് നമ്മളെ കൊച്ചമുക്ക്, നമ്മളെ സ്വന്തം ഷോപ്പായിട്ട്. പണ്ട് നമ്മൾ ഇവിടെ നിന്നെല്ലാം തിരിഞ്ഞ് കളിച്ചാൽ, പക്ഷെ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു കുട്ടിയില്ല ഗായ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ട് പോകുമ്പോൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് വരും ഗായ്സ്. അതാണ് നമ്മളെ അവസ്ഥ ഗായ്സ്. വല്ലാത്തൊരു നൊസ്റ്റാൾജിയസാണ്, പൊളിയാണ്. ഇന്നലെ നാട്ടിൽ വന്നാണ്ടല്ലോ ഏറ്റവും സുഖമായിട്ട് കൊടുക്കുന്ന സാധനം പെറുപ്പാറ് എല്ലാവരും. അല്ലെങ്കിൽ ഈ സാധനത്തിൻ്റെ ആ ഒരു സുഖം ഉണ്ടല്ലോ മോനെ, അത് കുടിച്ചോളൂ. നമ്മളാ ക്ഷീണെല്ലാം പമ്പ കിടക്കും. അതാണ് നമ്മൾ ഈ സംഭാരം, ഒരു സാധനമൊക്കെ സംഭാരം. ചക്രം, നമ്മളെ ഈ നാരങ്ങ മുട്ടായി, ലൊട്ട, ബോട്ടി, എന്താ പറയണ്ടേ, നമ്മളെ പല പല നൊസ്റ്റാൾജി സാധനമുണ്ട്. എന്നാണ് അരിയുണ്ട, തേനുണ്ട. ഇതിൻ്റെ എല്ലാം നൊസ്റ്റാൾജി വേറെ തന്നെയാണ് ഗായ്സ്. തേനുണ്ട വാ പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഗായ്സ്. അതുപോലെ പണ്ടത്തെ എന്നാ പറയണ്ടേ, ഈ ബത്തക്കൻ്റെ ചുയിങ്ങോ ഒന്നും പറയാൻ പറ്റൂല ഗായ്സ്. എന്താണ് വേറെ നീന്തർപ്പായം ഗായ്സ്, പൂവമ്പായം, ഇതെല്ലാം വേറെ തന്നെ ഒരു ലെവലാണ്. എല്ലാം അനുഭവിക്കണമെങ്കിണ്ടല്ലോ നാട്ടിൽ തന്നെ പോകണം. എല്ലാം തിന്നാനും ഗൾഫിലും കിട്ടും. പക്ഷേ ഇവിടുത്തെ പച്ച നീന്തർപ്പായം അത് നമ്മളെ നാട്ടിൽ തന്നെ, നമ്മളെ വളയക്കുന്ന നീന്തർപ്പായം പുള്ളിയാണ് ഗായ്സ്. ഇതും ഒരു നൊസ്റ്റാൾജിയ. കുൽഫി പുള്ളിയാണ്. ഈ സാധനം ഉണ്ടല്ലോ, ഇതും ഒരു നൊസ്റ്റാൾജിയ. നമ്മളെ ഈ കുൽഫി ഇത് വേറെ ലെവലാണ്. എല്ലാം ഒരു നൊസ്റ്റാൾജിയ. പണ്ടത്തെ നമ്മൾ കൊള്ളി ഐസ്, പിന്നെ സേമിയ ഐസ്, ഇപ്പോൾ കുൽഫി പുള്ളിയാകുക. ഇതൊന്നും നമ്മളില്ലേ എന്തായാലും ഒരു ബൈക്കിലെടുത്ത് വന്ന് എല്ലാം തിന്നിട്ട് സുഖിക്കേണ്ടത് തന്നെയാണ്. പൊളിയാണ്. ഇതെല്ലാം തിന്നിട്ടങ്ങ് സന്തോഷിക്കണം ഗായ്സ്. ഇപ്പോൾ നമ്മളുള്ളത് കണ്ണൂരാണ് ഗായ്സ്. കണ്ണൂരെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഗായ്സ്. കണ്ണൂർ താണവരും ഉറങ്ങി, ആരും ഇല്ല ഇപ്പം ബസ് സ്റ്റാൻഡിൽ. 7-8 മണിയാകുമ്പോഴേക്കൊന്നും കണ്ണൂരാന്ന് ആരുമില്ല ഗായ്സ്. എല്ലാം ഉറങ്ങിയ അവസ്ഥയിലുള്ള നോക്കിയ ഒരു കുട്ടിയില്ല, ബസ്സും ഇല്ല, ഒന്നുമില്ല, എല്ലാം ഉറങ്ങിയ അവസ്ഥ. ഓക്കെ, ഒരു കുട്ടിയില്ല. കണ്ണൂർ ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ. അങ്ങനെ വന്നു. നല്ല കല്ലുമ്മക്കായ്, കാടമുട്ട, അതൊരു നൊസ്റ്റാൾജിയ കാര്യം, പൊളിയാണ്. നമ്മളെ കാടമുട്ടയും നല്ല സ്പെഷ്യൽ കല്ലുമ്മക്കായും. നമ്മളെ തട്ടട, നമ്മൾ ഏച്ചൂർ കണ്ണൂർ വരുമ്പോൾ കാണുന്ന തട്ടയടയാണ് ഗായ്സ്. ഇത് അടിപൊളിയാണ്. നമ്മളെ തട്ടട നൊസ്റ്റാൾജി വേറെ തന്നെയാണ് ഗായ്സ്. അടിപൊളി നെയ്പ്പത്തിൽ എന്നാണ് തേങ്ങ, പഴംപൊരി, ചിക്കൻ പൊരിച്ച, പുട്ട്, പിന്നെ പല ഐറ്റംസ് ഉണ്ട് ഗായ്സ്.